Okay, welcome back. So today we are going to start a new lesson, process costing. ഞാൻ കോസ്റ്റ് ഷീറ്റ് എടുക്കണം എന്നാണ് വിചാരിച്ചത്, ബട്ട് കോസ്റ്റ് ഷീറ്റ് ഓൾറെഡി സർ ഇങ്ങൊക്കെ എടുത്തതാണ്. സോ 1 വീക്ക് അതിൽ നമുക്ക് പോകും. സോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കോസ്റ്റ് ഷീറ്റ് എടുക്കും. പ്രോസസ്സും കോൺട്രാക്റ്റും പിന്നെ ജോബ് അങ്ങനെയുള്ള ചില്ലറ ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് ഐ വിൽ ടേക്ക് എന്താ കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, ലെറ്റ്സ് സീ എക്സാമ്പിള്. ഞാനൊരു ഷോപ്പിൽ പോയി ചുരിദാർ മെറ്റീരിയൽ വാങ്ങിച്ചു കൊണ്ടുവന്നു. മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആയി ചേച്ചീൻ്റെ അടുത്താണ് തുന്നാൻ കൊടുക്കുന്നത്. ആയി ചേച്ചീൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കും. സോ എൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ സ്പെസിഫൈ ചെയ്യും. കൈ ചെറുത് മതി, അല്ലെങ്കിൽ കൈ 3/4 വേണം, പിന്നെ സ്ലിറ്റ് വേണം ഒക്കെ. ഞാൻ എൻ്റെ സ്പെസിഫിക്കേഷനിൽ ആയി ചേച്ചി എന്ത് ചെയ്യും, സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് എനിക്ക് എന്ത് തരും, ചുരിദാർ തരും. അപ്പോൾ ആയി ചേച്ചി വെയിറ്റ്. സോ എൻ്റെ അമ്മ ഇത് ഞാൻ കൊടുക്കുന്ന ചുരിദാർ മെറ്റീരിയലാണ്, ക്ലോത്ത്. ഓക്കെ, ഇത് ആദ്യം ഇവർ കട്ട് ചെയ്യിടും അല്ലേ, മുറിക്കൂലേ? മുറിച്ച് എല്ലാ ആഴ്ച തന്നെ ചെയ്യുക. പിന്നെ അവരെന്ത് ചെയ്യും, സ്റ്റിച്ച് ചെയ്യും. മേ ബി എനിക്ക് വല്ല മീൻസ് വർക്കൊക്കെ വേണ്ടിയിട്ടില്ല, മീൻസ് എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യും. മേ ബി ബട്ടണൊക്കെ വെക്കേണ്ടതാണെങ്കിൽ ബട്ടണൊക്കെ ഫിക്സ് ചെയ്ത്, എന്നിട്ട് ഞാൻ വരുന്നപ്പോഴത്തേക്ക് അവരത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ പൈസ കൊടുക്കുന്നു, ആയിഷേജി എനിക്ക് എന്ത് തരുന്നു. സോ ഈ മൊത്തം തിങ്സ് നോക്ക്, ആദ്യം കട്ടിങ്, പിന്നെ സ്റ്റിച്ചിങ്, പിന്നെ അതിന് വർക്ക് ചെയ്തു, പിന്നെ ബട്ടൺ വെച്ചു, പാക്ക് ചെയ്തു. ഇതൊക്കെ എൻ്റെ സ്പെസിഫിക്കേഷനിൽ ഒരാൾ ചെയ്തതാണ് അല്ലേ, സ്പെസിഫിക്കേഷനിൽ ഒരാൾ ചെയ്തതാണ്. ഇനി ഇതേപോലെ നിങ്ങൾ തിങ്ക് ചെയ്യുക, ഒരു വലിയ ഫാക്ടറി. ഓക്കെ, a big factory. ഓക്കെ, കുർത്ത ഉണ്ടാക്കാൻ പോവാണേ, കുർത്ത. ഓക്കെ, ഇവൾക്ക് എനിക്ക് ഈ മിസ്സിന് ഒരു കുർത്ത വേണം. അപ്പം എൻ്റെ കുർത്തേൻ്റെ തുണി മാത്രം എടുത്ത് അത് കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് അതിൽ ബട്ടൺ വെച്ച് അത് പാക്ക് ചെയ്തിട്ട് എനിക്ക് തരുവാണോ ഫാക്ടറി ചെയ്യുക? ആണോ? അല്ല. ഫാക്ടറിയിൽ എന്താ നടക്കുക, ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത് ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇത് മൊത്തമായിട്ട് അവർ കട്ട് ചെയ്യും ഫുൾ. ദെൻ അവർ ഇതെല്ലാം ഒരേപോലെ സ്റ്റിച്ച് ചെയ്യും, അതിൽ ഒരേപോലത്തെ വർക്ക് ചെയ്യും, ഒരേപോലത്തെ ബട്ടൺ വെക്കും, ഒരേപോലെ പാക്ക് ചെയ്യും. എന്നിട്ട് അവരതൊക്കെ എന്ത് ചെയ്യും, മാർക്കറ്റിൽ വിൽക്കും. റൈറ്റ്? സോ ഇവിടെ ഒരു പ്രോഡക്റ്റ് അല്ല ഉണ്ടാവുന്നത് അല്ലേ, ഒരേപോലെയുള്ള കുർത്താസ് 100ന്റെ ബണ്ടിലായിരിക്കും, 1000 ഒരേപോലത്തെ കുർത്താസ്, 2000 ഒരേപോലത്തെ കുർത്ത. റൈറ്റ്? അപ്പം ഇത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ജോബ് കോസ്റ്റിംഗ് ആണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ ആയിഷേച്ചിൻ്റെ എക്സാമ്പിൾ, എൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ആയിഷേച്ചി എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്ന സംഭവം. ഓക്കെ, അത് നമ്മൾ പിന്നെ പഠിക്കും. ഇവിടെ ഞാൻ പറയുന്നത് ഒരു വലിയ ഫാക്ടറിയിൽ എൻ്റെ ഔട്ട്പുട്ട് ഇസ് കുർത്ത ഒന്നല്ല, കുറേ കുർത്ത. ഒരിക്കലും ഒരു ഫാക്ടറി എനിക്ക് വേണ്ടി ഒരു കുർത്തയായിട്ട് ഉണ്ടാക്കി തരില്ല. ഓക്കെ, സോ അവർ വലിയ ക്വാണ്ടിറ്റി ഓഫ് ഒരേപോലത്തെ ക്ലോത്ത് വാങ്ങിക്കും, അത് ഒരേപോലെ കട്ട് ചെയ്യും. മേ ബി ഒരു ലാർജ് മീഡിയം സൈസുള്ള കുർത്തേസ് ആണെങ്കിൽ അതേ മീഡിയം സൈസിൽ കട്ട് ചെയ്യും. ദെൻ അവരെന്ത് ചെയ്യും, അത് സ്റ്റിച്ച് ചെയ്യും, പിന്നെയോ അതിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യും, ദെൻ ബട്ടൺ വെക്കും, ദെൻ പിന്നെന്താ അത് പാക്ക് ചെയ്ത് ഓരോന്നും പാക്ക് ചെയ്ത് തരും. ഓക്കെ, ഇവിടെ ഇപ്പൊ ക്ലോത്ത് ഉണ്ട് കയ്യിൽ, ഇത് കട്ട് ചെയ്യുന്നതിന് ഒരു 100 പേരുണ്ടാവും അല്ലേ, പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിന് ഒരു 150 പേരുണ്ട്, പിന്നെ അതിൻ്റെ മേലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നതിന് 50 വർക്കേഴ്സ് ഉണ്ട്, അതിൽ ബട്ടൺ പിടിപ്പിക്കുന്നതിന് 20 വർക്കേഴ്സ് ഉണ്ട്, പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 10 വർക്കേഴ്സ് ഉണ്ട്. റൈറ്റ്? സോ ഇവരെല്ലാം പ്രോഡക്റ്റ് ഇസ് കുർത്ത, ബട്ട് ഇവരെല്ലാം അവരവരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ടിങ് വേറൊരാൾ, സ്റ്റിച്ചിങ് ഇസ് വേറൊരാൾ, എംബ്രോയ്ഡറി വർക്ക് വേറൊരാൾ, ബട്ടൺ ചെയ്യുന്ന വേറൊരാൾ, ആൻഡ് പാക്കിംഗ് വേറൊരാൾ. റൈറ്റ്? ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ക്ലോത്ത് ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, ഈ പ്രോസസ്സ് എന്താ ഇവിടെയുള്ള ഇവർ ചെയ്യും. ഈ 100 വർക്കർ എന്താ ചെയ്യുന്നത്, തുണി കട്ട് ചെയ്യുന്നു. തുണി ഫുള്ളുള്ളൊരു ക്ലോത്ത് കട്ട് ചെയ്ത് അപ്പോൾ ഇവരുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലോത്ത് ആണ്. അപ്പോൾ ഇവരുടെ ഔട്ട്പുട്ടോ ഈ കുർത്തേൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. ഇവരുടെ ഇൻപുട്ട് ഇസ് ഫുൾ ക്ലോത്ത്. ഈ കട്ടിങ് ഡിപ്പാർട്ട്മെന്റ് അത് കട്ട് ചെയ്ത് ഓരോ സൈസ് കുർത്താസ് ആക്കുമ്പോൾ അത് അവരുടെ ഔട്ട്പുട്ട്.
ഈ ഫസ്റ്റ് പ്രോസസ്സിൽ ഔട്ട്പുട്ടാണ് സ്റ്റിച്ചിങ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻപുട്ട് അല്ലേ. ഇവർ ഈ മുറിച്ച സാധനമല്ലേ ഇവരെ ഇൻപുട്ട്. ഈ ഇൻപുട്ടിൽ ഇവർ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവർക്ക് ഔട്ട്പുട്ടായി എന്ത്, നമ്മളെ കുർത്ത ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിന്റെ മേലെ ഇവരെന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. സോ ഇവിടെയുള്ള ഔട്ട്പുട്ടാണ് ഇവരുടെ ആരുടെ ഈ എംബ്രോയിഡറി വർക്കിന്റെ ഇൻപുട്ട്. ഇവർ എംബ്രോയിഡറി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പ്രോസസ്സിൽ ഔട്ട്പുട്ട്, റൈറ്റ്. ഇനി ഈ വർക്ക് ചെയ്ത സാധനത്തിൽ ആ ബട്ടൺ വെക്കണ്ട. അപ്പൊ ഈ വർക്ക് ചെയ്ത സാധനമാണ് നമ്മളെ ബട്ടൺ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻപുട്ട്. ഇവർ ബട്ടൺ വെച്ചാൽ ഇത് ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടാണ് ഈ പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻപുട്ട്. ഇവർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഔട്ട്പുട്ട്. ഇവിടെ കട്ടിങ്ങിലെ ഇൻപുട്ട് ഇസ് ക്ലോത്ത്. കട്ടിങ്ങിന്റെ ഔട്ട്പുട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻപുട്ടാണ്. ഇവരുടെ ഔട്ട്പുട്ട് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻപുട്ട്. ഇവരുടെ ഔട്ട്പുട്ട് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻപുട്ട്. ഇവരുടെ ഔട്ട്പുട്ട് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻപുട്ട്. ഈ മൊത്തം സംഭവത്തിന് നമ്മൾ കോസ്റ്റിംഗിൽ നമ്മൾ ഇതിനെ ഒരു അക്കൗണ്ട്സ് ഫോമിലോട്ട് മാറ്റുന്ന സംഭവമാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. ഓക്കെ. വലിയ ഫാക്ടറി, ഒരേപോലത്തെ ഇഷ്ടംമാതിരി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫാക്ടറി. ഓക്കെ, ഞാനിവിടെ കുർത്ത എടുത്തതേ ഉള്ളൂ. എന്തുവാ, മരുന്നാ, ചേറാ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഇറ്റ് വിൽ ബി എ ബൾക്ക് പ്രൊഡക്ഷൻ. ഒരു ബൾക്ക് പ്രൊഡക്ഷൻ ആയിരിക്കും. സോ ഒരു റോ മെറ്റീരിയൽ പോവും, ഇൻപുട്ട് ആവും. ഇൻപുട്ട് മീൻസ് റോ മെറ്റീരിയൽ അല്ലേ. ഇൻപുട്ട് റോ മെറ്റീരിയൽ പോവും, ഔട്ട്പുട്ട് ആവും. ഔട്ട്പുട്ട് അടുത്ത പ്രോഡക്റ്റ് ഇൻപുട്ട്, അടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഇങ്ങനെ പോകും. ഈ പ്രോസസ്സിനെയാണ്, ഈ ഒരു സംഭവമാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. സോ ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ മീനിങ് ഓക്കെ ആയി. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മയക്കുവാണ്. ഓക്കെ, അപ്പോൾ ആയിഷേച്ചിൻ്റെത് മീൻസ് പ്രോസസ്സാന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ആയിഷേച്ചി മാത്രമേ ഉള്ളൂ ആൻഡ് വൺ സ്പെസിഫിക്കേഷൻ. എൻ്റെ സ്പെസിഫിക്കേഷനിലാണ് അവർ ജോലി ചെയ്യുന്നത്. സോ പ്രോസസ് കോസ്റ്റിംഗ് മീൻസ് എ ബണ്ടിൽ ഓഫ് തിങ്സ് വിൽ ബി ദെയർ. പിന്നെയോ ഒരു സ്ഥലത്തെ ഇൻപുട്ട്, അടുത്ത സ്ഥലത്തെ ഇൻപുട്ട് ആൻഡ് കുറേ വർക്കേഴ്സ് അതിൽ ഇൻവോൾവ് ആയിരിക്കും. ഇനി നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്ന് ശരിക്കും നോക്കാം. ഓക്കെ ഓക്കെ പ്രോസസ് കോസ്റ്റിംഗിൻ്റെ ഒരു മെത്തേഡാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ആര് യൂസ് ചെയ്യുന്നറിയോ? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ those industries where product passes through different stages. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവാൻ മുമ്പ് പ്രോഡക്റ്റ് ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, കട്ടിങ്, സ്റ്റിച്ചിങ്, ആ സംഭവം ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ പാസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ഈ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, അതായത് പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നതിനേക്കാളും മുന്നേ പ്രോഡക്റ്റ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ബിഫോർ ഇറ്റ് ബിക്കംസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ് പ്രോഡക്റ്റ് ആവും മുമ്പേ, അത് ഓർമ്മയില്ലേ, കുർത്ത ആവും മുമ്പേ കട്ടിംഗ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, എംബ്രോയിഡറി വർക്ക് ഉണ്ട്, ബട്ടൺ ഉണ്ട്, പാക്കിംഗ് ഉണ്ട്. ഓക്കെ, എനിവേ അത് ഓക്കെ ആയി. ദെൻ ഓക്കെ, ഇനി നമ്മളിപ്പം കട്ടിങ് ഒരു പ്രോസസ് ആണല്ലോ. കട്ടിങ്ങിന് 2 ഐ ഉണ്ടാ, 2 ഡി ഉണ്ടാ, എനിക്ക് സംശയം കേട്ടാ. എനിവേ കട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രോസസ് ആണല്ലേ. കട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് പ്രോസസ് 1, സ്റ്റിച്ചിങ് ഡിപ്പാർട്ട്മെന്റ് പ്രോസസ് 2, പിന്നെ ആരാ, എംബ്രോയിഡറി വർക്ക്. ഓക്കെ, എംബ്രോയിഡറി വർക്ക് ഡിപ്പാർട്ട്മെന്റ് പ്രോസസ് 3, പിന്നെ ബട്ടൺ പ്രോസസ് 4. ഇവിടെ വെച്ച് നിർത്തുവാണ്, പ്രോസസ് 4. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്തിനാ ചെയ്യുന്നതെന്ന് അറിയണോ? ഓക്കെ, ഓരോ സ്റ്റേജിലെയും കോസ്റ്റ് അറിയാൻ വേണ്ടി. കട്ടിങ് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് എത്ര, അതിൻ്റെ സ്റ്റിച്ചിങ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ഇനിയും കോസ്റ്റ് ആഡ് ആവുമല്ലോ, സ്റ്റിച്ചിങ് ചാർജ് വരും. സോ അന്നേരം അതിൻ്റെ കോസ്റ്റ് എത്ര, അടുത്ത എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്ര, ബട്ടൺ വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് എത്ര. സോ ഓരോ സ്റ്റേജസിൻ്റെയും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അസർട്ടൈൻ ദി കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ്. Okay, now
നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രോസസ് കോസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. It is used by those industries where product passes through different stages before it becomes the finished goods. Finished goods ആകുന്നതിനേക്കാൾ മുന്നേ different stagesൽ പാസ് ചെയ്യുന്നത്. What is the purpose? To ascertain the cost at each stage. ഓരോ പ്രോസസ്സിലും കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു സംഭവം നമ്മളുണ്ടല്ലോ. സോ ഇത് ഞാൻ മായ്ക്കുവാണ്. നമ്മളുണ്ടല്ലോ ഓക്കെ, പ്രോസസ് 1. ഞാൻ ഇനി കട്ടിങ് ഇതെല്ലാം വിട്ടെ. പ്രോസസ് 1 നമുക്ക് കുറേ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ. സോ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. അതേപോലെ പ്രോസസ് 2 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് വരഞ്ഞ് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. പ്രോസസ് 3 പ്രോസസ് 4 പ്രോസസ് എത്ര പ്രോസസ്സ് ഉണ്ടോ അത്രയും പ്രോസസ്സിന് നമ്മൾ ഓരോ പ്രോസസ്സിനും ഓരോ പ്രോസസ് അക്കൗണ്ട് വരച്ച് അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യും. ഓക്കെ, അതിൻ്റെ എത്ര കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലിയർ ആണ് എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ എത്ര പ്രോസസ്സ് ഉണ്ടോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിഫറെൻറ്റ് സ്റ്റേജസ്, അത് പിന്നെ കോസ്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എത്ര പ്രോസസ്സ് ഉണ്ടോ അത്രയും പ്രോസസ് അക്കൗണ്ട് വരിക. മെയിൻലി നിങ്ങൾക്ക് 3 പ്രോസസ് അക്കൗണ്ട് ഉള്ള കണക്കായിരിക്കും വരിക. സോ ഒന്ന് പ്രോസസ് 1 അക്കൗണ്ട് വരിക, പ്രോസസ് 2 അക്കൗണ്ട് വരിക, പ്രോസസ് 3. എന്തിനാ പറയുന്നത്? കോസ്റ്റ് കണ്ടുപിടിക്കാൻ. എങ്ങനെ കണ്ടുപിടിക്കും അത് നമുക്ക് നോക്കാം, നമ്മൾ പറഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് തിയറി ഉണ്ട് ഇതിനകത്ത്. മീനിങ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, പേർപ്പസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, നൗ ഐ ആം ഗോയിങ് സ്ട്രേറ്റ് ടു ദി പ്രോബ്ലം പാർട്ട്. ഓക്കെ, ആ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഇപ്പം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോൻ്റെ ലെങ്ത് കൂട്ടുവാന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ലൈവിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ് സീ ഹൗ. ഞാൻ ആദ്യം സിമ്പിൾ പ്രോസസ് അക്കൗണ്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ വേറെ എന്തെല്ലോ പഠിക്കാനുണ്ടെന്ന് മനസ്സിലായിക്കോ. സോ ഐ ആം ഫസ്റ്റ് ഗോയിങ് ടു ടീച്ച് യു സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ ഇതെപ്പോൾ സിമ്പിൾ അല്ലാണ്ടാവാന്നും കൂടി പഠിപ്പിക്കണ്ടേ അല്ലേ. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് 1, 2, 3 അത് നിങ്ങളുടെ പേര് നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ മെൻഷൻ ചെയ്യും. അപ്പോൾ അക്കൗണ്ട് വരാൻ എല്ലാവർക്കും അറിയാലോ. ഇനി കോസ്റ്റിംഗിൽ നമ്മൾ ഇത്ര ദിവസവും പഠിച്ചുകൊണ്ടിരുന്നത് ഒരു അക്കൗണ്ടിങ് ടച്ച് ഇല്ലാത്ത സംഭവങ്ങളാണ്. ബട്ട് ഇത് പ്യോർലി ആൻ അക്കൗണ്ടിങ് ബേസിലുള്ള സംഭവമാണ്. ഈ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് പോലെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. എനിവേ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കുറേ എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലേ. ഓരോ പ്രോസസ്സിനും എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ വേണ്ടി വരും നമുക്കല്ലേ. നമ്മുടെ സ്റ്റിച്ചിങ് ആണെങ്കിൽ ക്ലോത്ത് വേണ്ടി വരും. ഓക്കെ, അത് അപ്പം ഈ ഭാഗത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ അല്ല ഞാൻ ഈ ഭാഗത്ത് എഴുതാൻ പോകുന്നത്. ഇനി വർക്കർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ, അപ്പോൾ വർക്കറിന് കൂലി കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ വേജസ് ഉണ്ട്, അത് എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും, അതും ഞാൻ ഇവിടെ എഴുതി. പിന്നെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെന്റ് പോലെയുള്ള സംഭവങ്ങളും ഉണ്ടാവാം, അതും ഞാനിവിടെ എഴുതി. സോ ഈ ഭാഗത്ത് നമ്മൾ എനി അതർ എക്സ്പെൻസ്, എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, മെയിൻലി ഈ 3 എണ്ണം കാണുക. വട്ടെവർ ഇറ്റ് ഈസ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, അതേപോലെ നമ്മൾ എമൗണ്ട് കോളം ഉണ്ടല്ലോ, നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്തിനാണെന്നറിയാവുക, ഒന്നിൽ നമ്മൾ യൂണിറ്റ്സ് എഴുതും. യൂണിറ്റ്സ് അപ്പോൾ റോ മെറ്റീരിയൽ, ഇപ്പം ഇത്ര യൂണിറ്റ്സ് റോ മെറ്റീരിയൽ പോയി, അതൊക്കെ കണക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ റുപ്പീസ്, അതേപോലെ ഞാൻ ഇപ്പുറത്തും യൂണിറ്റ്സ് റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഓക്കെയാണ്, എക്സ്പെൻഡിച്ചർ എഴുതി. അപ്പോൾ അപ്പുറത്തെ ഭാഗം എന്തെഴുതും? സിമ്പിൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ അപ്പുറത്തെ ഭാഗത്ത് ഒന്നുമില്ല. ഇത് നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, ഈ പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന ഔട്ട്പുട്ട്, ഇതിനെ നമ്മൾ ഈ പ്രോസസ്സിൽ ഔട്ട്പുട്ട്, അടുത്ത പ്രോസസ്സിൽ ഇൻപുട്ട് അല്ലേ. അപ്പം ഇതിൽ ഔട്ട്പുട്ട്, ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും.
ഫോർ എക്സാമ്പിൾ ഇത് പ്രോസസ് 1 ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എഴുതും? നെക്സ്റ്റ് വേണ്ട, അപ്പം ബൈ പ്രോസസ് 2 അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ്. ഓക്കെ, ഇനി ഇത് സിമ്പിൾ അല്ലാണ്ടാവുക എപ്പോഴാന്ന് വിചാരിച്ചാൽ അത് നമ്മൾ പഠിപ്പിക്കും. എനിവേ കുറേ സംഭവങ്ങളുണ്ട്. നോർമൽ ലോസ് ഉണ്ട്, അബ്നോർമൽ ലോസ് ഉണ്ട്, സ്ക്രാപ്പ് ഉണ്ട്, അബ്നോർമൽ ഗെയിൻ ഉണ്ട്. സോ ഇതൊക്കെയും കൂടി ഇതിനകത്തേക്ക് ആഡ് വരുമ്പോഴാണ് നമ്മുടെ സിമ്പിളുള്ള വേർഡങ്ങ് പോയിട്ട് ഇത്തിരി കഷ്ടമാകാൻ പോകുന്നത്. ഓക്കെ, സോ അത് നമുക്ക് 1 by 1 ആയിട്ട് അത് നോർമൽ ലോസ് പഠിപ്പിക്കും, പിന്നെ അബ്നോർമൽ ലോസ് ഇത് രണ്ടും ഒരുമിച്ച് പഠിപ്പിക്കും, പിന്നെ അബ്നോർമൽ ഗെയിൻ. നമ്മൾ ഇങ്ങനെയാണ് പോവുക. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ ഇന്റർ പ്രോസസ് പ്രോഫിറ്റ്, പിന്നെ നമ്മുടെ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഒരു വാല്യുവേഷൻ. ഇതൊന്നും നിങ്ങൾക്ക് സിലബസ് പ്രകാരം പഠിക്കാനില്ല. ഓക്കെ, അതും കൂടി ഉണ്ടെങ്കിൽ ഇത്തിരി കട്ടി, ബട്ട് സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഇന്റർ പ്രോസസ് പ്രോഫിറ്റ്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ സിമ്പിൾ എപ്പോൾ കോംപ്ലക്സ് ആയ ഡിഫിക്കൽട്ട് ആവാൻ നോർമൽ ലോസ് അബ്നോർമൽ ലോസ് പഠിക്കാനുണ്ട്, സ്ക്രാപ്പ് പഠിക്കാനുണ്ട്, അബ്നോർമൽ ഗെയിൻ ഒക്കെ വരുമ്പോൾ ഇതിനകത്ത് വീണ്ടും കുറേ സാധനങ്ങൾ വരുമ്പോൾ ആണ് ഈ സംഭവം എന്താവുക, കുറച്ച് ഡിഫിക്കൽട്ട് ആവുക. ഇപ്പം ഇത് നിങ്ങൾ ഓർമ്മിക്കുക, ഈ സൈഡിൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ചെയ്തിട്ട് ഈ സാധനം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എഴുതണം. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് ഇതേപോലെ നമ്മൾ വേറൊരു പ്രോസസ് അക്കൗണ്ട് വരുമല്ലോ, സ്ഥലമില്ലാണ്ടോ ഇവിടെ. ഓക്കെ, ഇത് പ്രോസസ്, അടുത്ത പ്രോസസ് അക്കൗണ്ട്. ഇത് പ്രോസസ് 1 ആണെന്ന് വെച്ചാൽ അപ്പോൾ പ്രോസസ് 2 അക്കൗണ്ട് വരയുമ്പം സെയിം എമൗണ്ടിന് 2 കോളം, ഈ സാധനം ഇവിടെ വരും. ഓക്കെ, എന്താ എഴുതുക? ടു പ്രോസസ് 1 എന്ന് പറഞ്ഞ് ഇവിടെ 100 യൂണിറ്റ് 1000 റുപ്പീസാണ് കിട്ടിയതെങ്കിൽ ഇവിടെ അത് ഇങ്ങോട്ടേക്ക് നമ്മൾ എഴുതണം. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും, പിന്നെ അത് ഇവിടെ ഇൻപുട്ടായിട്ട് എഴുതുക. അങ്ങനെ പോകും നമ്മുടെ പ്രോസസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ക്ലിയർ ആണ്. ഇനി നമുക്ക് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തെല്ലാം തന്നിട്ടുണ്ട് അതെല്ലാം വായിക്കുന്നതിനേക്കാളും മുന്നേ അല്ലേ വായിക്കാം. പ്രോഡക്റ്റ് എക്സ് റിക്വയർ 3 ഡിസ്റ്റന്റ് പ്രോസസ്. 3 പ്രോസസ്സ് ഉണ്ട് പോലും. അപ്പോൾ പ്രോസസ് 1 ഉണ്ട്, പ്രോസസ് 2 ഉണ്ട്, പ്രോസസ് 3 ഉണ്ട്. ഓക്കെ, 3 പ്രോസസ്. ആൻഡ് ആഫ്റ്റർ ദ തേർഡ് പ്രോസസ് പ്രോഡക്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ് സ്റ്റോക്ക്. 3 പ്രോസസ്സും കഴിഞ്ഞാൽ സംഭവം എന്തായി? ഫിനിഷ്ഡ് സ്റ്റോക്കായി. ഓക്കെ, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദി പ്രോസസ് അക്കൗണ്ട് ഫോർ ദി ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഡയറക്റ്റ് മെറ്റീരിയൽ ഇസ് ഗിവൺ, ഡയറക്റ്റ് ലേബർ ഇസ് ഗിവൺ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് ഗിവൺ. 3 തന്നിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, വേറെ എന്തോ ഒരു എക്സ്പെൻസ് ആയ പ്രൊഡക്ഷൻ ഓവർ ഹെഡും തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യണം? 3 പ്രോസസ് അക്കൗണ്ട് വരയണം. 3 പ്രോസസ് അക്കൗണ്ട് എന്തിനാണോ വരയുന്നത്? ക്വസ്റ്റ്യനിൽ 3 ഉള്ളതുകൊണ്ട്. ഇത് അവിടെ വീഡിയോയിൽ കാണുന്നുണ്ടോ മക്കളെ? ഞാനത് വൃത്തിയിൽ വരയട്ടെ, നല്ല വൃത്തിയിൽ വരാം. അപ്പം ഞാൻ 3 അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. 3 അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. പ്രോസസ് 1, പ്രോസസ് 2 ആൻഡ് പ്രോസസ് 3. ഫുൾ എഴുതണേ, പ്രോസസ് നോക്കാം. പ്രോസസ് അക്കൗണ്ട്, പ്രോസസ് 1 അക്കൗണ്ട്, പ്രോസസ് 2 അക്കൗണ്ട്, പ്രോസസ് 3 അക്കൗണ്ട്. 3 അക്കൗണ്ട് വരുന്നു ബിക്കോസ് അവിടെ തന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് മെറ്റീരിയൽ എക്സ്പെൻസ് എഴുതുന്നുണ്ട്. ഇവിടെ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നൊക്കെ പറയണ്ട. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഒന്നും കൂടി ഉണ്ട്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. ഓക്കെ, ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എടുത്തു നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ എടുക്കും മുമ്പേ താഴെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ടില്ല. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ടു ബി അലോക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് 150% ഓഫ് ഡയറക്റ്റ് വേജസ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഡയറക്റ്റ് വേജസിൻ്റെ 150 ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നോക്കാം. പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പീരീഡ് വാസ് 200 യൂണിറ്റ്സ്.
assume there is no opening or closing stock. Okay, opening stock illa, closing stock illa. Opening stock, closing stock ഒക്കെ വരുന്നത് നമ്മൾ പഠിക്കും. അത് അന്നേരം നോക്കാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ഇല്ല, ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പീരീഡ് വാസ് 200 യൂണിറ്റ്. സോ ഹിയർ 200 യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 200 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക 200 ആണ്. ഇൻപുട്ട് 200 കൊടുത്ത് ഔട്ട്പുട്ട് 200 കിട്ടി. ബിക്കോസ് നോർമൽ ലോസ് ഇല്ല, അബ്നോർമൽ ലോസ് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര ക്ലോത്ത് 200 ക്ലോത്ത് കൊടുത്തോ 200 ഔട്ട്പുട്ട്. ഒരിക്കലും ക്ലോത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് വരും. ബട്ട് ഹിയർ അസ്യൂമിങ് ദാറ്റ് ഇവിടെ പ്രൊഡക്ഷൻ ഫോർ ദ പീരീഡ് ഇസ് 200 എന്ന് പറഞ്ഞാൽ 200 യൂണിറ്റ് ആണ് ഫിനിഷ് പ്രോഡക്റ്റ്. സോ ഇവിടെ ഇൻപുട്ടും 200 ആയിരിക്കും. സോ എപ്പോഴും ഇവിടെ എഴുതണം, അത് തന്നെ ഇവിടെയും കിട്ടുക. നമുക്ക് നോക്കാം. 200 units amount is given 4,000, 100, 600, sorry 4,000, 1,500. process 1 ന്റെ മാത്രമല്ല എഴുതണ്ടേ, and it is 500, and production overhead is 150% of direct wage. അപ്പോൾ direct wage 1500ന്റെ 150%. അടുത്ത 6000 ഉണ്ട്, നമുക്ക് നോക്കാം. 150% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2250 കിട്ടും. ഓക്കെ, വേറെ ഒന്നുമില്ല. നമ്മളിത് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. 200 ഇടുക, ആൻഡ് വി വിൽ ഗെറ്റ് 8250. 200 8250. ഇവിടെ നമ്മൾ എന്ത് എഴുതും, ബൈ പ്രോസസ് 2 നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബൈ പ്രോസസ് 2 200 8250. ഓക്കെ, നമ്മൾ പറഞ്ഞ് അവർ പർപ്പസ് ഇസ് ടു ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് അല്ലെ, കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇത് ഡിവൈഡഡ് ബൈ ഇത് ടോട്ടൽ റുപ്പീസ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ്. അപ്പം ഇവിടെ എഴുതുക, ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുക കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു 8250 ഡിവൈഡഡ് ബൈ 2000 ഇസ് ഈക്വൽ ടു 4125. ഇത് ഇതിൻ്റെ മുകളിൽ വരണം. ഇടാം, കുറച്ച് മുകളിലോട്ടാക്കിയിട്ട് എഴുതിയിട്ട് ഇത് ഇവിടെ വരണം. കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ ഇത്. ബിക്കോസ് ദ പർപ്പസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഇസ് ഇവിടെ. ഈ പ്രോസസ്സ് കഴിഞ്ഞപ്പം ഒരു യൂണിറ്റിന്റെ ചാർജ് എത്രയാണോ 41 രൂപ 22 പൈസ. ഇവിടെ വെച്ച് ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അയാൾക്ക് എത്രയിൽ കിട്ടും, ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്യുക. അതൊന്നും നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യേണ്ട, നമ്മൾ കോസ്റ്റിംഗാണ് പഠിക്കുന്നത്. സോ ഇവിടെ വെച്ച് ഒരാൾ സാധനം വാങ്ങിക്കുമ്പോൾ എത്ര പൈസക്ക് കിട്ടും, 41 രൂപ 22 പൈസ. പക്ഷേ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് എഴുതും, ടു പ്രോസസ് 2 282.50. അതേപോലെ അടുത്തതിലും ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയുള്ളൂ, 600, 1600, 300. 600, 1600, 300. ഇനി ആരുണ്ട്, പ്രൊഡക്ഷൻ ഓവർഹെഡ് എത്രയാ, 150% ഓഫ് ഡയറക്റ്റ് വേജ് എത്രയാ, 1600. അപ്പം നമുക്ക് 2400 കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഇവിടെ 200. ഇത് ലോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായി ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ 200 കാണിക്കുന്നത്. ബിക്കോസ് ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറേ മാറ്റം ഉണ്ടാവും, അതൊക്കെ അന്നേരം പറയാം. അതേപോലെ അതിനിടെ വരും. പ്രോസസ് 3ലേക്ക് പോകില്ല, ഇവിടുത്തെ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ് 3 200 13150. കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ മറക്കാൻ പാടില്ല. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 13150 ഡിവൈഡഡ് ബൈ 200 ഈസ് ഈക്വൽ ടു 65 രൂപ 75 പൈസ. ഒന്നാമത്തേൽ 41 രൂപ 22 പൈസക്ക് കിട്ടി. ഇപ്പം ഇതിന്റെ കോസ്റ്റ് അടുത്ത പ്രോസസ്സിന്റെ എക്സ്പെൻഡിച്ചറിന്റെ കോസ്റ്റും കൂടി ഇതിൽ വന്നപ്പോൾ ഇപ്പം എത്രയായി, 65 രൂപ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഇതിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം.
to process 200 13150. അതേപോലെ ഇവിടെ നമ്മളെല്ലാം എഴുതുക. ഞാൻ ഇനി അടുത്ത ഇതെല്ലാം സ്കിപ്പ് ചെയ്യുക മക്കളെ, അതുകൊണ്ട് ഇതിലെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ എഴുതൂ. പിന്നെ ഞാൻ എഴുതിയിട്ട് ഞാൻ ഫുള്ളുള്ള ഒരു ഇമേജ് ആയിരിക്കും ഞാൻ കാണിക്കുക. സോ ഇത് അറിയുന്നില്ലെങ്കിൽ ഓർമ്മിച്ച് ഒന്നും കൂടെ കണ്ടു പഠിക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട്. കുറേ ആൾ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ പലതും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രോസസ് 3 എക്സ്പെൻസ് ഇല്ല. നോക്കിയാട്ടെ, എക്സ്പെൻസിന്റെ കോളം ഇല്ലാണ്. സോ എക്സ്പെൻസ് ഇല്ല. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഇസ് 150% ഓഫ് ഡയറക്റ്റ് വേജസ്. ക്വസ്റ്റ്യനിലില്ലേ ഡയറക്റ്റ് എക്സ്പെൻസ്? 1350. ഓക്കെ, ഇത്ര നേരം ഒരാളെ മനസ്സിലുണ്ടായ ഡൗട്ട്, ടീച്ചറെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആടെ 6000 ഇല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്തത്? ഇതിപ്പം ഇത് പ്ലസ് ഈ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എല്ലാത്തിൻ്റെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 6000 കിട്ടിയിട്ടുണ്ടാകും. കിട്ടിയിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റ്, 6000 കിട്ടും. ഇത് പ്ലസ് ഇത്. ഓക്കെ, ആണിത്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്ന 1350. ഇനി ഇത് തീർന്നില്ല. തീർന്നു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിന് എന്തായി, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ബൈ ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ്. ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ്, അല്ലെങ്കിൽ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്നൊക്കെ എഴുതാം. 200 1350 സോറി 1350 15800 കേട്ടോ, സോറി. 200 15800. ഇവിടെ അതേപോലെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. 15800 ഡിവൈഡഡ് ബൈ 200. എത്ര കിട്ടിയ? 79 രൂപ. സി നോക്കിയാട്ടെ, കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രോസസ്സിങ്ങിന് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യും, അതിൻ്റെ പ്രോസസ് കോസ്റ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് വരും. ഇതാണ് നിങ്ങളുടെ ഒരു സിമ്പിൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിൾ. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ വരും, ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ഭാഗത്ത് വരും. അങ്ങനെ കുറേ ഐറ്റംസ് അടുത്ത കണക്കിൽ ആഡായി വരും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോമാറ്റ് പറയാൻ ഞാൻ വിട്ടതാ. ഇവിടെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഈ ഭാഗത്ത് എഴുതണം. നിങ്ങൾക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എപ്പോഴും ഈ ഭാഗത്ത് എഴുതാം, ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ഭാഗത്ത്. അതുള്ളൊരു കണക്കായിരിക്കും അടുത്ത് തരിക. അതേപോലെ ലോസ് ഒക്കെ വരുമ്പോൾ എന്താ ട്രീറ്റ്മെൻറ്റ് എന്നും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇത് നന്നായിട്ടൊന്ന് നോക്കുക. സ്റ്റാർട്ടിങ് ഈസ് വെരി വെരി സിമ്പിൾ. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പാർട്ട് ഭയങ്കര സിമ്പിളാണ്. നിങ്ങളെ പാർട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങ് ഇൻ്റർ പ്രോഫിറ്റ് ഒക്കെ വരുമ്പോൾ അത് ഇത്തിരി കട്ടിയാണ്, അത് നിങ്ങൾക്കില്ല. എന്നാലും നിങ്ങൾ അബ്നോർമൽ ലോസ് ഒക്കെ നിങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് പോലെ തോന്നലുണ്ട്. നമുക്കതൊക്കെ ശരിയാക്കാം. ഓക്കെ, താങ്ക് യു.